ഹായ് ഹലോ. 2 ദിവസം പനിയായതുകൊണ്ട് ആ 2 ദിവസത്തെ പഠിത്തം അങ്ങ് പോയി കിട്ടി. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായി ഭയങ്കര ബിസിയാണ്. ആ കാണാത്ത വീഡിയോസൊക്കെ കണ്ടു തീർക്കണമല്ലോ, ക്ലാസ്സസൊക്കെ കണ്ടു തീർക്കണം. അപ്പം അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇന്ന് എക്സാമാണ്, ഇന്ന് സൺഡേ ആണ്. സൺഡേ എക്സാമാണ്. ഇപ്പോൾ വീക്ക്ലി എക്സാം. ഇപ്പോൾ ഫസ്റ്റ് എക്സാമാണ് ഇന്നെൻ്റെ. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ കെമിസ്ട്രിയാണ് എടുത്തത്. ഇന്നലെ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. കാരണം ബോഡിയൊക്കെ നല്ല പെയിന്. കാരണം 2 ദിവസം പനിച്ച് കിടന്നിട്ട് അത്രയും റെസ്റ്റ് എടുത്ത ആ ഒരു സമയം റെസ്റ്റ് എടുത്ത് പിന്നെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയതുകൊണ്ട് തന്നെ ബോഡി മൊത്തം പെയിനാണ്. പിന്നെ പനി അങ്ങ് വിട്ടു പോകുന്നില്ല. മഴക്കാലം ആയതുകൊണ്ടായിരിക്കണം പനി വന്നുകൊണ്ടും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുക. ഓൾറെഡി എൻ്റെ ബോഡി എന്ന് പറയുന്നത് കുറച്ച് ഹോട്ടായിട്ടുള്ള ബോഡിയാണ് എൻ്റെത്. എൻ്റെ ടെമ്പറേച്ചർ ഞാൻ ഡെയിലി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. എന്നോട് ഡോക്ടർ പറഞ്ഞിട്ട് ഡെയിലി ചെക്ക് ചെയ്യണത്. എന്നിട്ട് എനിക്ക് ഡോക്ടർ തന്നെ ഒരു തെർമോമീറ്ററും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം 98 കൂടുതൽ, അത്രയും ഫാരൻഹീറ്റിന് മുകളിൽ പോകാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ 99 ഒക്കെ ആവും. പക്ഷെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണെന്നറിയില്ല, എൻ്റെ ബോഡി കുറച്ച് ഹീറ്റഡ് ആണ്. പറഞ്ഞ് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ കെമിസ്ട്രിയാണ് പഠിച്ചത്. അതിനുശേഷം എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടായിരുന്നു വർക്ക് ബുക്കിൽ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ബ്രില്യൻറ്റിൽ കൊണ്ടുവന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫെസിലിറ്റിയിലൊന്നാണ് ഈ വർക്ക് ബുക്ക് സൊല്യൂഷൻ ക്ലാസ്സസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടമായി. കാരണം ഒരുപാട് ഹെൽപ്ഫുള്ളാണിത്. കാരണം കഴിഞ്ഞ വർഷം അതിൻ്റെ അപ്പുറത്തെ വർഷമൊന്നും ഈ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അതിൻ്റെ ആൻസർ മനസ്സിലായില്ല, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം, അതിൻ്റെ മെത്തേഡ് അറിയില്ല, സ്റ്റെപ്സ് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കാം നമുക്ക്. പക്ഷേ എല്ലാ തവണയും നമുക്കതിന് റിപ്ലൈ കിട്ടണമെന്നോ അല്ലെങ്കിൽ അതിന് ഉത്തരം കിട്ടണമെന്നോ നമുക്കൊരിക്കലും നിർബന്ധമില്ല. എനിക്കങ്ങനെ കിട്ടാറില്ല. അപ്പോൾ വർക്ക് ബുക്കിലെ പല ക്വസ്റ്റ്യൻസും അവിടെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയില്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാണ്. അങ്ങനെ ആ മഴയത്തൊക്കെ ഇരുന്ന് ചെറിയൊരു ചൂട് പനിയും പിന്നെ ആ പുറത്തെ മഴയുടെ ആ ഒരു കുളിരും ഇതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോട്ട് ചെയ്യാനുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തു. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം സ്പീഡിലിട്ടിട്ടാണ് കാണാറുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫിലായിക്കോട്ടെ അതേപോലെ തന്നെ ഈ ഒരു എൻട്രൻസ് ജേർണിയിലായിക്കോട്ടെ എനിക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കൺസെപ്റ്റാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ആ മോൾ കോൺസെപ്റ്റിൻ്റെ ഭാഗത്തുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. എത്ര പഠിച്ചാലും എത്ര റിവൈസ് ചെയ്താലും എനിക്കത് വേഗം മറന്നു പോകുന്നു. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് പിന്നെ എനിക്കത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്തേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മാക്സിമം റിവൈസ് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഷോർട്ട് നോട്ട്സ് ഒക്കെ കഴിഞ്ഞ വർഷത്തെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ റിവൈസ് ചെയ്യുന്നത്. ഇന്നത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ അത് തന്നെയാണ് റിവൈസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മെറ്റീരിയൽസ്, പഴയ മെറ്റീരിയൽസ് വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് ഒരാൾ കൊണ്ടുപോയി. അപ്പോൾ അത്യാവശ്യം പഴക്കമുണ്ട്. 2023 ആ മെറ്റീരിയൽസ്. അപ്പോൾ ആ കുട്ടി ശരിക്കും സർപ്രൈസ്ഡ് ആയി. കാരണം അത്രയും ബുക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ ചെറിയൊരു റേറ്റിനാണ് അത് കൊടുത്തത്, വളരെ ചീപ്പായിട്ടുള്ള റേറ്റാണ്. അപ്പോൾ ആ കുട്ടി ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഇത്രയും ചീപ്പ് റേറ്റിന് ഇത്രയും ബുക്സോ എന്ന് ചോദിച്ചു. സോ ഹാപ്പി. പിന്നെ ഇന്നത്തെ എക്സാമിന് ബോട്ടണി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഇല്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്.
പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ചാപ്റ്റർ ഇന്നത്തെ എക്സാമിനുണ്ട് ഉണ്ടായിരുന്നു. ഇത് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന വോയിസ് ഓവറാണ് കേട്ടോ. അപ്പോൾ ആ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാനത് ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ടെക്സ്റ്റ് തുറന്നു നോക്കിയിട്ടില്ല, വായിച്ചിട്ടുമില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം വായിച്ച ആ ഒരു ഓർമ്മയിൽ, പിന്നെ ലാസ്റ്റ് റിവൈസ് ചെയ്ത ആ ഒരു ഓർമ്മയിൽ ഞാൻ ജസ്റ്റ് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ പഠിച്ചായിരുന്നു.
അങ്ങനെ ക്ലാസ്സൊക്കെ കണ്ടു. അതിനുശേഷം ലഞ്ച് കഴിച്ചിട്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കണം. അപ്പം അങ്ങനെ എനിക്കൊരു പാൻ കേക്ക് പോലത്തെ സാധനം കിട്ടി. പാൻ കേക്ക് അല്ല, അതിൻ്റെ പേര് കറക്റ്റായിട്ട് ആ പേര് മടക്ക് പത്തൽ എന്നാണ് ഇവിടെ കണ്ണൂർ ഏരിയയിലൊക്കെ പറയാം. അത് ഞാൻ കഴിച്ച്. പിന്നെ അത് കഴിച്ചുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുത്തു, കിടന്നിട്ട് എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നാണ് 2 മണി ആയത്. 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ എക്സാം എഴുതുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ എഴുതി കഴിഞ്ഞ് ബയോളജി ലാസ്റ്റ് ആയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ബയോളജീൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലിവിങ് വേൾഡ് ആണ്. ലിവിങ് വേൾഡ് നമ്മൾ എത്ര ഈസിയാണെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും തെറ്റും. എസ്പെഷ്യലി എൻ്റെ തെറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതെപ്പോഴും എൻ്റെ തെറ്റാറുണ്ട്. ഞാൻ അതിലത്ര വലിയ പ്രോ അല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഈ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് എനിക്കറിയാം. ജസ്റ്റ് എൻ്റെ ഒരു ആ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സൊക്കെ കറക്റ്റ് കണ്ടു പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കറക്റ്റായിട്ട് കണ്ടു പോവുക. പിന്നെ ഞാൻ ചില പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ജേർണലിങ് ചെയ്യാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് റിലീഫ് തരുന്നുണ്ട് അത്. ഒരുപാടൊന്നും ആയിട്ടില്ല, എന്നാലും എനിക്ക് എന്തോ ഒരു മാറ്റം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രെസ്സും ആൻസൈറ്റിയും എല്ലാം കുറക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി എന്ന് വിശ്വസിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ എക്സാം എഴുതി. 120 ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഞാൻ എൻ്റെ കൊടുത്ത്. അപ്പോൾ അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് നല്ല ഒരു കുളി അങ്ങ് പാസ്സാക്കി. അതിനുശേഷം നല്ല ചൂട് കട്ടൻ ചായ കുടിച്ച്. ഇപ്പൊ നല്ല മഴയായതുകൊണ്ട് തന്നെ ശരിക്കും പഠിക്കാനൊന്നും തോന്നാറില്ല. നല്ല പുതപ്പങ്ങെടുത്ത് അതിൻ്റെ അകത്തിങ്ങനെ ചുരുണ്ട് കിടക്കണം കഴിച്ചു. ആഹാ, എന്താ അന്തസ്. പക്ഷെ നമ്മളങ്ങനെ ചെയ്തുകൂടാ. നമ്മൾ നീറ്റ് ആസ് ഫ്രണ്ട്സ് ശരിക്കും എല്ലാത്തിനെയും തരണം ചെയ്യേണ്ടവരാണല്ലേ. നമ്മൾ എന്തൊക്കെയല്ലേ നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്യുന്ന ഈ ഒരു ഇയർ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത് നമ്മുടെ ലൈഫിൽ. അപ്പം ഞാൻ പറഞ്ഞ് കാർഡ് കയറിയിട്ടുണ്ട്.
ഇത് ഞാൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതാണ്. എൻ്റെ ഒരു പഴയ ബുക്കിൽ ഞാൻ സോൾവ് ചെയ്തു. പിന്നെ നമുക്ക് മാർക്ക് ആൻസർ കീ നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്ത സ്റ്റെപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താലോ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. സോ താങ്ക് യു.